ഹലോ, വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ SSLC മാത്സ് റിവിഷൻ സീരീസിലെ 23ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള SSLC പരീക്ഷയിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ 3 പാർട്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോസ് കാണാത്തവർ നിർബന്ധമായും അത്തരത്തിലുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് എത്തുക. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ നേരിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എന്താണ് ആദ്യത്തെ ചോദ്യം? ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 centimeters, a sector of central angle 120 degree is cut out and rolled up to make a cone. എന്താണ് അതിന്റെ മലയാളം? ആരം 15 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്നും 120 ഡിഗ്രി കേന്ദ്രകോണുള്ള ഒരു വൃത്താംശം വെട്ടിയെടുത്തു. ഇത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ഇനി ചോദ്യം എ, വാട്ട് ഈസ് ദി സ്ലാന്റ് ഹൈറ്റ്? എന്താണ് ചെരിവുയരം എത്രയാണ്? ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ബേസ് റേഡിയസ്? പാദത്തിന്റെ ആരം കണ്ടെത്തുക. സി ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി കർവ്ഡ് സർഫസ് ഏരിയ. എത്രയാണ് കാണേണ്ടത്? വക്രതല പരപ്പളവാണ് കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? എന്താണ് ചോദ്യം? എടാ, എന്താണ് ചോദ്യം? നമ്മുടെ കയ്യില് ഒരു വൃത്താംശം ഉണ്ട് എന്ന് വിചാരിച്ചോ. ഒരു സെക്ടർ, ഇതുപോലൊരു സെക്ടർ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഈ സെക്ടർ റോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഈ സെക്ടർ റോൾ ചെയ്തിട്ട് നമ്മൾ ഒരു കോൺ ഉണ്ടാക്കി. കോൺ എന്ന് പറഞ്ഞാൽ എന്താ? വൃത്ത സ്തൂപിക ഉണ്ടാക്കി. റെഡിയാണല്ലോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. നമ്മുടെ കയ്യിൽ ഒരു സെക്ടർ ഉണ്ട്, ഒരു വൃത്താംശമുണ്ട്. ആ വൃത്താംശം, ആ സെക്ടർ റോൾ ചെയ്തിട്ട് നമ്മളൊരു വൃത്ത സ്തൂപിക അല്ലെങ്കിൽ ഒരു കോൺ ഉണ്ടാക്കി. റെഡിയാണല്ലോ? എന്നിട്ട് ഈ കോണിന്റെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഈ കോണിന്റെ ബേസ് റേഡിയസ് നമുക്ക് കാണണം. അതുപോലെ ഹൈറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. റെഡി അല്ലേ? യെസ്. ഇനി ഒന്ന് നോക്കിക്കേ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചേ. ചോദ്യത്തിൽ തന്നത് ഈ വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്? 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ വൃത്താംശത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് സ്മോൾ ലെറ്റർ R ആണ്. പാദത്തിന്റെ ആരം ബേസ് റേഡിയസ് ആണ്. ഇത് ഹൈറ്റ് ആണ്, ഉയരമാണ്. ഇത് L ആണ്. എല്ലും ക്യാപിറ്റൽ ലെറ്റർ ആറും എല്ലായ്പ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ R? ഈ കാണുന്ന റേഡിയസിനെയാണ്, വൃത്താംശത്തിന്റെ സെക്ടറിന്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുക? ക്യാപിറ്റൽ ലെറ്റർ R. റെഡി? അപ്പൊ ചോദ്യത്തിൽ നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാണ്. എക്സ് തന്നിട്ടുണ്ട്. എക്സ് എത്രയാണ്? 120 ഡിഗ്രി. റെഡിയാണല്ലോ? ക്യാപിറ്റൽ ലെറ്റർ R തന്നിട്ടുണ്ട്. എത്രയാണ്? 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ആറും എല്ലും ഈക്വൽ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആറും എല്ലും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എല്ലും എത്ര സെന്റിമീറ്റർ തന്നെയാണ്? 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. വാട്ട് ഈസ് ദി സ്ലാന്റ് ഹൈറ്റ്? ചെരിവ് ഉയരം എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അത് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. R, ക്യാപിറ്റൽ ലെറ്റർ R തന്നാൽ ക്യാപിറ്റൽ ലെറ്റർ R എത്രയാണോ അത് തന്നെയാണ് സ്മോൾ ലെറ്റർ L, ചെരിവുയരം. അപ്പൊ R 15 സെന്റിമീറ്റർ ആയതുകൊണ്ട് L ചെരിവുയരവും എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 15 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ മക്കളെ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കിയാണ്. എന്താണ് ഇതിന്റെ ബാക്കി? ബി ക്വസ്റ്റ്യൻ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ബി ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഒന്ന് നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ബേസ് റേഡിയസ്? എന്താണ് അതിന്റെ മലയാളം? പാദത്തിന്റെ ആരം കണ്ടെത്താനാണ് ബേസ് റേഡിയസ്. ഏതാണ്? R, സ്മോൾ ലെറ്റർ R ആണ്. അതിന് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്. x/360 സമം R/R. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. x/360 സമം R/R. എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 120/360 സമം സ്മോൾ ലെറ്റർ R നമുക്കറിയില്ല. ക്യാപിറ്റൽ ലെറ്റർ R എത്രയാണ്? 15 ആണ്. ക്യാപിറ്റൽ ലെറ്റർ R എത്രയാണ്? 15. ഇനി ഇതിന്റെ ബാക്കി നമ്മൾ അപ്പുറത്ത് എഴുതുകയാണ്. ഇവിടെ 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി എത്രയുള്ളത്? 12/36 സമം R/15. ഇനി ഒന്ന് നോക്കിക്കേ. 12നെയും 36നെയും ചെറുതാക്കണം. 12ൽ എത്ര 12? ഒരു 12. 36ലോ 3 12. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1/3 സമം R/15.
അടുത്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 × 6 3 സമം 15. അതായത് 6 സമം 15/3. 6 സമം എത്ര കിട്ടി? 5 സെന്റിമീറ്റർ. 6 സമം നമുക്ക് എത്ര കിട്ടിയടാ? 5 സെന്റിമീറ്റർ കിട്ടി. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ ആണ് മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. സി ക്വസ്റ്റ്യൻ എന്താ സി ക്വസ്റ്റ്യൻ? വക്രതല പരപ്പളവാണ് കാണേണ്ടത്. ഒരു കോണിന്റെ വക്രതല പരപ്പളവ്, അതായത് കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവ്. വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πRL ആണ്. വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πRL സമം π × r. r എത്രയാണ്? 5 × L എത്രയാണ്? 15 ആണ്. റെഡി ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 5 × 15. 5 10 50, 5 5 25, അതായത് 75 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ വക്രതല പരപ്പളവ് നമുക്ക് എത്ര കിട്ടി? 75 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നമ്മൾ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാൽ, the diameters of two hemispheres are in the ratio 5:3. Write the ratio of their radii. എന്താണ്? ഒരു അർദ്ധഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. അങ്ങനെയെങ്കിൽ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദ്യം. എ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് തന്നിട്ടുള്ളത്. വ്യാസം ഡയമീറ്റർ, അതായത് D1-ഉം D2-ഉം തമ്മിലുള്ള അംശബന്ധം, വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 5:3 എന്ന് തന്നിട്ടുണ്ട്. എടാ, വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:3 ആണെങ്കിൽ ആരങ്ങൾ, അതായത് ഒന്നാമത്തതിന്റെ ആരവും രണ്ടാമത്തതിന്റെ ആരവും R1-ഉം R2-ഉം തമ്മിലുള്ള അംശബന്ധവും എന്ത് തന്നെ ആയിരിക്കും? 5:3 തന്നെ ആയിരിക്കും. സിമ്പിൾ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദിയർ റേഡിയൈ? ഇവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണോ അത് തന്നെയായിരിക്കും ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അതായത് R1 ഒന്നാമത്തതിന്റെ ആരം, R2 രണ്ടാമത്തതിന്റെ ആരം അഥവാ റേഡിയസ് എത്രയാണ്? 5:3. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദിയർ സർഫസ് ഏരിയ. അവയുടെ പരപ്പളവ് തമ്മിലുള്ള, പരപ്പളവിനെ ഞാൻ A1 എന്ന് കൊടുക്കുകയാണ്. ഒന്നാമത്തതിന്റെ പരപ്പളവ് A1:A2. ഒന്നാമത്തതിന്റെ പരപ്പളവും രണ്ടാമത്തതിന്റെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ആണ് കാണേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണോ അതിന്റെ സ്ക്വയർ ആണ് പരപ്പളവുകൾ തമ്മിലുള്ള ഏരിയ തമ്മിലുള്ള അംശബന്ധം. എങ്ങനെ? ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണോ, അല്ലെ, റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണോ അതിന്റെ സ്ക്വയർ ആണ് ഏരിയ അഥവാ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം. അതുപോലെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തിന്റെ ക്യൂബാണ് വ്യാപ്തം, വോളിയം തമ്മിലുള്ള അംശബന്ധം. ഇവിടെ നമുക്ക് അപ്പൊ കാണേണ്ടത് 5ന്റെ സ്ക്വയർ ഈസ് 3ന്റെ സ്ക്വയർ. റെഡി ആണല്ലോ. അപ്പൊ A1 പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം A1:A2. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25:3ന്റെ സ്ക്വയർ എത്രയാണ്? 9. സെറ്റ് ആണല്ലോ. വെരി വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? സി ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സി ക്വസ്റ്റ്യൻ? If the surface area of the first hemisphere is 100 square centimeters, what is the surface area of other? ഒന്നാമത്തതിന്റെ പരപ്പളവ് 100 ആണെങ്കിൽ രണ്ടാമത്തതിന്റെ പരപ്പളവ് എത്ര? അപ്പൊ നമ്മൾ ചോദ്യത്തിൽ തന്ന ഒരു കണക്കാണുണ്ട്. R1:R2 എന്ന് പറയുന്നത് 5:3. R1:R2 എന്ന് പറയുന്നത് എത്രയാണ്? 5:3. ഞാൻ ഇതിൽ നിന്ന് മാറ്റി R1/R2 സമം 5/3 എന്ന് മാറ്റി എഴുതാണ്. R1/R2 സമം 5/3 എന്ന് മാറ്റി എഴുതാണ്. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. എന്താണ്? 5R2 സമം 3R1. 5R2 സമം 3R1. അതായത് R2 സമം 3R1/5. എങ്ങനെ? R2 സമം 3R1, 3R1/5 എന്ന് നമ്മൾ മാറ്റി എഴുതാണ്. ഇനി നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. ഒന്നാമത്തതിന്റെ പരപ്പളവ്, അതായത് A1, ഒന്നാമത്തതിന്റെ ഏരിയ ആണ്. ഇക്വേഷൻ എന്താ? പൈ ആണോ? അല്ല. എത്ര പൈയാ? 3 പൈ. ഒരു ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ പരപ്പളവാണ് ഇക്വേഷൻ 3πr².
R1 സ്ക്വയർ കൊടുക്കുകയാണ് നമ്മൾ. R1 ഒന്നാമത്തതിന്റെ എന്നറിയാൻ സമം അതെത്രയാണെന്ന് ചോദ്യത്തിലുണ്ട്. 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് എവിടെയുണ്ട്? ചോദ്യത്തിലുണ്ട്. സെറ്റ് ആണല്ലോ. ഇത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നത് എവിടെയാണുള്ളത്? ചോദ്യത്തിലാണുള്ളത്. ക്ലിയർ. നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ഒരു ചതുരം നമുക്ക് ഇതെന്ത് ചെയ്യാം? വരക്കാം. ഓക്കെ ഓക്കെ, റെഡി റെഡി, ക്ലിയർ അല്ലേ? എത്രയാണ്? A1 സമം 3πr സ്ക്വയർ സമം 100 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് ചോദ്യത്തിലുള്ളതാ. നമുക്ക് കാണേണ്ടത് എന്താ? A2 ആണ്, രണ്ടാമത്തതിന്റെ പരപ്പളവാ. അപ്പൊ നമ്മൾ എഴുതാണ് A2 സമം. അപ്പൊ നമ്മൾ എഴുതാണ് എന്ത്? A2 സമം A2 എന്ന് പറയുന്നത് എന്താണ്? 3πr2 സ്ക്വയർ ആണ്. 3πr2 സ്ക്വയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 3π ഇൻറ്റു R2 സ്ക്വയറിന്. R2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3R1/5 കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 3R1/5 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. 3R1/5 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 3π ഇൻറ്റു എല്ലാത്തിനും സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ 9 ഇൻറ്റു R1ന്റെ സ്ക്വയർ R1 സ്ക്വയർ ബൈ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത് മാറ്റി എഴുതാണ്. A1 സമം 3πr1 സ്ക്വയർ ഇൻറ്റു അല്ലെ, നമ്മൾ എന്താ ചെയ്തത്? 3π ഈ R1 സ്ക്വയറിനെ ചേർത്ത് എഴുതി. ബാക്കി ഇവിടെ 9/25 ആണുള്ളത്. ഇൻറ്റു 9/25 എന്ന് മാറ്റി എഴുതി. ക്ലിയർ ആണല്ലോ? 9/25 എന്ന് നമ്മൾ മാറ്റി എഴുതി. ഇനി അടുത്തത് A2 സമം. ശ്രദ്ധിച്ചോ, A2 സമം നിങ്ങളൊന്ന് നോക്കിക്കേ. 3πr1 സ്ക്വയർ. 3πr1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണല്ലേ? 3πr1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. അപ്പൊ 100 ഇൻറ്റു, അപ്പോ നിങ്ങളൊന്ന് പറഞ്ഞേ, 100 ഇൻറ്റു ബാക്കി ഇവിടെ എത്രയാണത്? 9/25. 100 ഇൻറ്റു 9/25. 100നെയും 25നെയും ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര കിട്ടും? 4. അതായത് A2 സമം 4 ഇൻറ്റു 9. A2 സമം 4 ഇൻറ്റു 9 എത്രയാണ്? 36 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒന്നാമത്തതിന്റെ പരപ്പളവ് 100 കിട്ടിയാൽ രണ്ടാമത്തതിന്റെ ഏരിയ എത്ര കിട്ടും? 36 കിട്ടും. റെഡി ആണല്ലോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ? അവസാനത്തെ ക്വസ്റ്റ്യൻ, എ വെസൽ in the shape of a square pyramid made from metallic sheet is of base perimeter 8 cm and slant height 26 centimeters. How many square centimeters of metallic sheet was needed to make the vessel? Calculate the height of the vessel. What is the capacity of vessel in liters? എന്താ സംഭവം? എന്താ? ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ സമചതുര സ്തൂപികാകൃതിയിലുള്ള അടപ്പില്ലാത്ത, ശ്രദ്ധിച്ചോ, അടപ്പില്ലാത്ത ഒരു പാത്രത്തിന്റെ പാദ ചുറ്റളവ് 80 സെന്റിമീറ്ററും ചെരിവുയരം സ്ലാന്റ് ഹൈറ്റ് 26 സെന്റിമീറ്ററുമാണ്. ഇതുണ്ടാക്കാൻ ആവശ്യമായ ഷീറ്റിന്റെ പരപ്പളവ്, ഏരിയ കാണണം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിനെന്തില്ല? അടപ്പില്ല. അപ്പൊ അടിഭാഗമില്ല. അപ്പൊ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ അല്ല കാണേണ്ടത്. പകരം കാണേണ്ടത് എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ ആണ്, പാർശ്വ പരപ്പളവാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. പാത്രത്തിന്റെ ഉയരം, ഹൈറ്റ് കാണണം. ദെൻ പാത്രത്തിന്റെ ഉള്ളളവ് ലിറ്ററിൽ കാണണം. അപ്പൊ വ്യാപ്തം, വോള്യം കാണണം. അതിനെന്തിലേക്ക് മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം. എന്നാ ഇവിടെ നോക്കാം, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? നമുക്ക് ആദ്യം ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ എഴുതണം. ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ എന്താണ്? ബേസ് പെരിമീറ്റർ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ബേസ് പെരിമീറ്റർ അതിന്റെ മലയാളം എന്താണ്? പാദ ചുറ്റളവാണ്. എത്ര തന്നിട്ടുണ്ട്? 80 തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ 80 എന്ന് തന്നിട്ടുണ്ട്. എടാ, ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സമചതുര സ്തൂപികയുടെ അടിഭാഗം, ബേസിന്റെ ഷേപ്പ് എന്താണ്? സമചതുരമാണ്. ആ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a സമം 80 ആണ്. a സമം 80/4 ആണ്. a സമം എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്.
അപ്പൊ ഈ കാര്യത്തിൽ നിന്നും നമുക്ക് ഒരു കാര്യം കിട്ടി. എന്താണ്? ബേസ് പെരിമീറ്ററിൽ നിന്നും നമുക്ക് പാദവക്ക് എത്ര കിട്ടി? 20 സെന്റിമീറ്റർ കിട്ടി. ഇനി ചോദ്യത്തിൽ ചെരിവ് ഉയരം L സമം എത്ര തന്നിട്ടുണ്ട്? 26 സെന്റിമീറ്റർ എന്നും എവിടെ തന്നിട്ടുണ്ട്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ ഇതിന്റെ ബാക്കി ചെയ്യാൻ പോവാ. ഇതിന്റെ ബാക്കി നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ പോവാ. എന്താണ് ഇതിന്റെ ബാക്കി? ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്ര ഷീറ്റ് വേണമെന്ന? അടിഭാഗമില്ല, അടപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കാണേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ പാർശ്വതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A² + 2AL ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അതിന് A² പോയ ബാക്കി എത്രയാണ്? 2AL. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എത്രയാണ്? 20 ഇൻറ്റു ബാക്കി എത്രയാണ്? 26 സമം 2 ഇൻറ്റു 26. 2 ഇൻറ്റു 26 എത്രയാണ്? 52. 104, അതായത് 1040 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഉപരിതല പരപ്പളവാണോ കാണേണ്ടത്? അല്ല. ടോട്ടൽ സർഫസ് ഏരിയ ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇതിന് അടപ്പില്ല, അടിഭാഗമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ലാറ്ററൽ സർഫസ് ഏരിയ. നമുക്ക് പാർശ്വതല പരപ്പളവ് മാത്രം കണ്ടാൽ മതി. അതിന്റെ ഇക്വേഷൻ എന്താണ്? 2AL ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് നോക്കിക്കേ മക്കളെ. കാൽക്കുലേറ്റ് ദി ഹൈറ്റ്. നമുക്ക് ഇതിന്റെ ഉയരം കാണണം. അതിനുവേണ്ടി നമ്മൾ 2 ത്രികോണങ്ങൾ ചേർന്ന ഒരു ചിത്രം പഠിച്ചിട്ടുണ്ട്. ഉയരം കാണാൻ 2 ത്രികോണങ്ങൾ ചേർന്ന ചിത്രം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ് ആ ചിത്രം? നമ്മൾ ഉടനടി വരക്കുന്നു. ഉടനടി വരക്കാണ്. ഉടനടി നോക്കിക്കോ. ഇതെന്താണ്? H ആണ്. ഇത് A/2 ആണ്. ഇതെന്താണ്? L ആണ്. നമ്മുടെ കയ്യിൽ L ഉണ്ട്, A ഉണ്ട്. നമുക്ക് കാണേണ്ടത് എന്താണ്? H ആണ്. അപ്പൊ നോക്കിക്കേ, പൈതഗോറസ് തിയറം വെച്ച് H² സമം L² മൈനസ് A/2 the whole square സമം L² എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ L² എത്രയാണ്? 26² മൈനസ് A/2. എത്രയാണ്? 20 ആണ്. അപ്പൊ A/2 10² സമം 26ന്റെ സ്ക്വയർ എത്രയാണ്? 25ന്റെ സ്ക്വയർ 625 ആണ്. അപ്പൊ 26ന്റെ സ്ക്വയർ എത്രയാണ്? 676 മൈനസ് 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 സമം 576. എന്താണിത്? H² ആണ് 576. അപ്പൊ H എന്ന് പറയുന്നത് √576 സമം എത്ര കിട്ടി? 24 കിട്ടി മക്കളെ. അപ്പൊ നമുക്ക് H ഉയരം കിട്ടി. എത്രയാണ്? 24 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? അടുത്തത് C ക്വസ്റ്റ്യൻ എന്താ? ഈ പാത്രത്തിന്റെ ഉള്ളളവ് ലിറ്ററിലാണ് കാണേണ്ടത്. അതായത് വ്യാപ്തം V സമം എന്താണ്? വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ. ഇതിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/3 A²H ആണ്. 1/3 A²H സമം 1/3 ഇൻറ്റു A² എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 20 ഇൻറ്റു H എത്ര കിട്ടി? 24 കിട്ടി. ഈ 3ഉം 24 ക്യാൻസൽ ചെയ്ത ബാക്കി എത്രയാണ്? 8 ആണ്. അപ്പൊ 20 ഇൻറ്റു 8 20 ഇൻറ്റു 20 400 ഇൻറ്റു 8 4 8 32ഉം 2 0. അത്രയും സെന്റിമീറ്റർ ക്യൂബാണെന്ത്? ഇതിന്റെ വോള്യം വ്യാപ്തം. പക്ഷെ നമ്മളോട് ചോദിച്ചത് ലിറ്ററിലാണ് കാണേണ്ടത്. ലിറ്ററിൽ കാണണമെങ്കിൽ 3200 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്രയാണ്? 3.2 ലിറ്റേഴ്സ്. അപ്പോ ഇതിന് ലിറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? എത്ര കൊണ്ടാണ് ഹരിച്ചത്? 1000 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3200 സെന്റിമീറ്റർ ക്യൂബാണ് ഇതിന്റെ വ്യാപ്തം, വോളിയം കിട്ടിയത്. അതിന് ലിറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര കിട്ടി? 3.2 ലിറ്റർ എന്ന് കിട്ടി. റെഡിയാണല്ലോ മക്കളെ? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സോളിഡ്സ് എന്ന് പറയുന്ന ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടു തീർത്തത്. ഇത് കംപ്ലീറ്റ് നിങ്ങൾ കാണണം. നിങ്ങൾ വെയിറ്റേജ് വന്നിട്ടുണ്ട്, അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 6 മാർക്കിനുള്ള ചോദ്യമാണ് നമ്മൾ സോളിഡ്സ് ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ 6 മാർക്കിന്റെ ചോദ്യം, 4 മാർക്കിന്റെ ഒരു ചോദ്യം, 2 മാർക്കിന്റെ ഒരു ചോദ്യം, ആ രൂപത്തിലേക്ക് വരാം. അല്ലെങ്കിൽ 5 മാർക്കിന്റെ അല്ലെങ്കിൽ 1 വേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഈ 2 രൂപത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു സെറ്റായിട്ട് പോവുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ചില കുട്ടികൾ 6 പാർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം. നമുക്കിനി 2 ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജാമിതിയും ബീജഗണിതവും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്ക്.
ഈ 2 ചാപ്റ്ററിന് കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിൽ തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.